ഫ്രണ്ട്സ്, നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിങ്ങിൻ്റെ സ്റ്റെപ്സ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, സ്റ്റെപ്സ് ഇൻ ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിങ്. സോ ഇവിടെ ഒരു ഇമേജ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു ഇമേജാണ് നിങ്ങൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആദ്യം വരച്ച് വെക്കേണ്ടത്. സോ ഇവിടെ സൈഡിൽ കാണുന്നതാണ് ഇമേജ് പ്രോസസ്സിങ്ങിൻ്റെ ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിങ്ങിൻ്റെ സ്റ്റെപ്സ് ആയിട്ട് വരുന്നത്. സെൻട്രൽ ഒരു നോളജ് ബേസും കാണാൻ പറ്റും. ഇവിടെ ഈ നോളജ് ബേസ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് ഇതൊരു സ്റ്റെപ്പല്ല, പകരം ഈ ഒരു ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിങ്ങിൻ്റെ ഓരോ സ്റ്റെപ്പിലും ആവശ്യമായിട്ടുള്ള നോളജ്, അല്ലെങ്കിൽ അത് വെച്ചിട്ടുണ്ടാക്കുന്ന നോളജ്, അതാണ് ഈ നോളജ് ബേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് എല്ലാ സ്റ്റെപ്സും ഈ നോളജ് ബേസുമായിട്ട് എന്തായിരിക്കും, കണക്റ്റഡ് ആയിരിക്കും. സോ ഡബിൾ ഹെഡഡ് ആരോമാണ്, അഥവാ നോളജ് ബേസിൽ ഇങ്ങോട്ട് എടുക്കുന്നുണ്ടാവും, അതുപോലെ തന്നെ പുതിയ എന്തെങ്കിലും നോളജ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് നോളജ് ബേസിലോട്ട് സ്റ്റോർ ചെയ്യുന്നുണ്ടാവും. സോ അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇത് നമുക്ക് ഓരോ സ്റ്റെപ്പുകൾ നമുക്ക് നോക്കാം. ഓരോ സ്റ്റെപ്പ് വഴി ആദ്യം വായിക്കാം. ഇമേജ് അക്വിസിഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഇമേജ് എൻഹാൻസ്മെൻറ്റ് ഉണ്ട്, ഇമേജ് റിസ്റ്റോറേഷൻ ഉണ്ട്, കളർ ഇമേജ് പ്രോസസ്സിങ്, വേവ്ലെറ്റ്സ്, മൾട്ടി റെസൊല്യൂഷൻ പ്രോസസ്സിങ് ഉണ്ട്, കംപ്രഷൻ ഉണ്ട്, മോർഫോളജിക്കൽ പ്രോസസ്സിങ് ഉണ്ട്, സെഗ്മെൻറ്റേഷൻ ഉണ്ട്, representation and description ഉണ്ട്, object organization ഉണ്ട്. ഇതിൽ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള ഇമേജ് അക്വിസിഷൻ ആണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. ഇമേജ് അക്വിസിഷൻ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് ക്യാപ്ചറിങ് ഓഫ് ഇമേജ് ബൈ യൂസിങ് വേരിയസ് ഡിവൈസസ്. അഥവാ ഫോട്ടോ എടുക്കുക എന്ന് പറയില്ല, ഇമേജ് എടുക്കുക എന്ന് പറയില്ലേ, ക്യാപ്ചർ ചെയ്യുക. ഇമേജ് എങ്ങനെ ക്യാപ്ചർ ചെയ്യുന്നത്, ഏതെങ്കിലും ഒരു ഡിവൈസസ് യൂസ് ചെയ്തിട്ട് ഇമേജ് ക്യാപ്ചർ ചെയ്യുന്നതിനാണ് നമ്മൾ പറയുന്നത് ഇമേജ് അക്വിസിഷൻ എന്ന് പറയുന്നത്. ക്യാമറ ഉപയോഗിച്ചോ മൊബൈൽ ഫോൺ ഉപയോഗിച്ചോ അങ്ങനെ ഏതെങ്കിലും ഒരു ഡിവൈസ് യൂസ് ചെയ്തിട്ട് ഇമേജ് ക്യാപ്ചർ ചെയ്യാം. സോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, ഡിജിറ്റലൈസേഷൻ അല്ലേ. സാധാ ഒരു ഫിസിക്കൽ ഇമേജിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ക്യാമറ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ട് ഡിജിറ്റലൈസ് ചെയ്യുക, ക്യാപ്ചർ ചെയ്യുക. അതാണ് ഇമേജ് അക്വിസിഷൻ. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിങ്. സോ ആദ്യം അത് ചെയ്യുന്നു. ദെൻ ഈ ഒരു ഓർഡറിലാണ് വരുന്നത് കേട്ടോ ഇമേജ് അക്വിസിഷൻ. ഇങ്ങനെ ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഓർഡർ വരുന്നത്. ഫസ്റ്റ് ഇമേജ് അക്വിസിഷൻ. രണ്ടാമത്തേത് ഇമേജ് എൻഹാൻസ്മെൻറ്റ് എന്നുള്ളതാണ്. ഇമേജ് എൻഹാൻസ്മെൻറ്റ് എന്നുള്ളത് ഉദ്ദേശിച്ചത് ഇങ്ങനെ നമ്മൾ ക്യാപ്ചർ ചെയ്തിട്ടുള്ള ഇമേജിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ ക്വാളിറ്റി ഒന്ന് ഇമ്പ്രൂവ് ചെയ്യിക്കാം. അതാണ് നമ്മൾ ആദ്യം തന്നെ രണ്ടാമത് ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ അതാണ്. ഇങ്ങനെ ക്യാപ്ചർ ചെയ്തിട്ടുള്ള ഇമേജിൻ്റെ ക്വാളിറ്റി ഒന്ന് ഇമ്പ്രൂവ് ചെയ്യുക. അപ്പോൾ നമുക്കറിയാൻ പറ്റും, ഇറ്റ് ഈസ് ഫോർ ഇമ്പ്രൂവിങ് ക്വാളിറ്റി ഓഫ് എൻ ഇമേജ്. അതിൽ വരുന്നൊരു മെത്തേഡാണ് ഫിൽറ്ററിങ്. നമ്മൾ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഫിൽറ്ററിങ്, നോയ്സ് ഒക്കെ റെഡ്യൂസ് ചെയ്തിട്ട് ഫിൽറ്റർ ചെയ്യുക ആ ഇമേജിന്. അതാണ് രണ്ടാമത് അക്വിസിഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യുന്ന രണ്ടാമത്തെ പണി. ഇതിന് വേറെ മെത്തേഡ്സുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. സ്പേഷ്യൽ ഫിൽറ്ററിങ്, അതുപോലെ ഫ്രീക്വൻസി ഫിൽറ്ററിങ്, അങ്ങനെ വേരിയസ് മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ കൂടുതലായിട്ട് പഠിക്കും, ഇനി വരുന്ന ടോപ്പിക്കുകളിലൊക്കെ പഠിക്കും. ഓക്കെ, ദെൻ അതാണ് ഇമേജ് എൻഹാൻസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. ഇമേജ് എൻഹാൻസ്മെൻറ്റ് ചോദിച്ചാൽ ഈ ഒരു ലൈൻ എഴുതി വെക്കുക, എക്സാമ്പിൾ എഴുതി വെക്കുക. സോ അത്ര മതി. ദെൻ അതുപോലെ തന്നെ ഇമേജ് റീസ്റ്റോറേഷൻ ആണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. ഇമേജ് റീസ്റ്റോറേഷൻ എന്നോട് ഉദ്ദേശിച്ചത് ഇമേജ് എൻഹാൻസ്മെൻറ്റിനെ പോലെ തന്നെയാണ്, അഥവാ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നതാണ്, ഇമേജിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നതാണ്. പക്ഷേ അത് ഈ ഫിൽറ്ററിംഗ് ഒക്കെ നമ്മൾ പറഞ്ഞു അല്ലേ, ഫിൽറ്ററിംഗ് ഒക്കെ പെർഫോം ചെയ്യുന്നത് മാത്തമാറ്റിക്കലി ആണ്. മാത്തമാറ്റിക്കലി ഫിൽറ്ററിംഗ് ഒക്കെ പെർഫോം ചെയ്യുന്നതിനാണ് നമ്മൾ എന്താ പറയുക, ഇമേജ് റീസ്റ്റോറേഷൻ എന്ന് പറയുന്നത്. നോയ്സ് ഒക്കെ റിഡ്യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും, മാത്തമാറ്റിക്കലി ആയിരിക്കും. അതായത് ഫിൽറ്ററിംഗ് പെർഫോം ചെയ്യുന്നത് മാത്തമാറ്റിക്കലി ആണെങ്കിൽ അത് നമ്മൾ എന്ത് വിളിക്കും, ഇമേജ് റീസ്റ്റോറേഷൻ എന്ന് പറയും. ഇമേജ് എൻഹാൻസ്മെൻറ്റ് ഇമേജ് റീസ്റ്റോറേഷനും സെയിം തന്നെയാണ്, പക്ഷേ ഒന്നെന്താണ് മാത്തമാറ്റിക്കലി ആണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അടുത്തതാണ് കളർ ഇമേജ് പ്രോസസ്സിങ്. ഇത് എല്ലാ ഇമേജിൻ്റെ കേസിലും അപ്ലിക്കബിൾ അല്ല, കളർ ഇമേജിൻ്റെ കേസിൽ മാത്രം അതിന് പ്രോസസ്സ് ചെയ്യാനാണ് ഈ ഒരു സ്റ്റെപ്പ് വരുന്നത്. ദിസ് സ്റ്റെപ്പ് നോട്ട് ഇൻക്ലൂഡ് വെൻ ദ ഇമേജ് ഈസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആവുന്ന കേസിൽ എന്ത് ചെയ്യുന്നില്ല, ഈ ഒരു സ്റ്റെപ്പ് അപ്ലിക്കബിൾ അല്ല എന്നുള്ളതാണ്. ഓക്കെ, ദെൻ അതാണ് ഫോർത്ത് സ്റ്റെപ്പ്. ദെൻ ഫിഫ്ത്ത് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേവ്ലെറ്റ് ഇൻ മൾട്ടി റെസൊല്യൂഷൻ പ്രോസസ്സിങ്. വേവ്ലെറ്റ്സ് ഇൻ മൾട്ടി റെസൊല്യൂഷൻ പ്രോസസ്സിങ് എന്നോട് ഉദ്ദേശിച്ച് നമുക്കറിയാൻ പറ്റും, ഒരു ഇമേജിൻ്റെ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിക്സലാണ്. അതൊക്കെ ഒന്ന് ഓർത്തോ കേട്ടോ, ഞാൻ ഡിസ്കസ് ചെയ്യും. ഏറ്റവും സ്മോളസ്റ്റ് നമുക്കറിയാൻ പറ്റും, ഒരു ഡിജിറ്റൽ ഇമേജ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താണ്, പിക്സലാണ്.
ആ പിക്സൽസിൻ്റെ എന്താണ് നമ്പർ ഓഫ് പിക്സൽസ് പെർ ഇഞ്ച് ആണ് എന്ത് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ദെൻ ഈ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള വേവ്ലെറ്റ്സ് ഇൻ എന്താണ് മൾട്ടി റെസൊല്യൂഷൻ പ്രോസസ്സിംഗ് എന്നാണ് സ്റ്റെപ്പിൽ എന്താ പെർഫോം ചെയ്യുക വെച്ചാൽ ഈ റെസൊല്യൂഷനും അതേപോലെ തന്നെ എൻഹാൻസ്മെൻറ്റും ഒക്കെ റെസൊല്യൂഷൻ ബേസ്ഡ് എൻഹാൻസ്മെൻറ്റ് ആൻഡ് റെസ്റ്റോറേഷൻസ് ആർ പെർഫോംഡ് ഹിയർ. എന്തുവാ നമ്മൾ പറഞ്ഞില്ലേ റെസൊല്യൂഷൻ പറഞ്ഞു അല്ലേ, ഈ റെസൊല്യൂഷൻ ബേസ്ഡ് ആയിട്ടുള്ള എൻഹാൻസ്മെൻറ്റും റീസ്റ്റോറേഷനും ഒക്കെ പെർഫോം ചെയ്യുന്നത് എവിടെയാണ്? ഈ ഒരു സ്റ്റെപ്പിലാണ്, വേവ്ലെറ്റ്സ് ഇൻ റെസൊല്യൂഷൻ മൾട്ടി റെസൊല്യൂഷൻ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ 5th സ്റ്റെപ്പിലാണ്. അത് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ എൻഹാൻസ്മെൻറ്റ് സെക്കൻഡ് സ്റ്റെപ്പും അതുപോലെ തന്നെ റീസ്റ്റോറേഷനും സെക്കൻഡും തേർഡ് സ്റ്റെപ്പൊക്കെ എന്ത് ചെയ്യുന്നു, റെസൊല്യൂഷൻ ബേസ്ഡ് ആയിട്ടുള്ള എൻഹാൻസ്മെൻറ്റും റീസ്റ്റോറേഷനും. അഥവാ ആ തേർഡ് സ്റ്റെപ്പും ഫോർത്ത് സ്റ്റെപ്പും റെസൊല്യൂഷൻ ബേസ്ഡ് ആയിട്ട് എങ്ങനെ ചെയ്യുന്നുണ്ടോ അത് പെർഫോം ചെയ്യുന്നത്. അങ്ങനത്തെ റെസൊല്യൂഷൻ ബേസ്ഡ് ആയിട്ട് പെർഫോം ചെയ്യുന്നത് ഈ ഒരു 5th സ്റ്റെപ്പിലാണ്. റെസൊല്യൂഷൻ ബേസ്ഡ് ആയിട്ടുള്ള എൻഹാൻസ്മെൻറ്റും റീസ്റ്റോറേഷനും പെർഫോം ചെയ്യുന്നത് 5th സ്റ്റെപ്പായിട്ടുള്ള വേവ്ലെറ്റ്സ് ഇൻ മൾട്ടി റെസൊല്യൂഷൻ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റെപ്പിലാണ്. ഓക്കെ, ദെൻ 6th സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത് കംപ്രഷനാണ്. കംപ്രഷൻ നമുക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഒരു ഡിജിറ്റൽ ഇമേജിൻ്റെ എന്താണ് സൈസ് ഡിക്രീസ് ചെയ്യുന്നത്, ക്വാളിറ്റി ഒന്നും കുറയാതെ പ്രോസസ് ഓഫ് ഡിക്രീസിങ് ദ സൈസ് ഓഫ് ഇമേജ് എന്നുള്ളതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, കംപ്രഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 6th സ്റ്റെപ്പ് അതാണ്. ദെൻ 7th സ്റ്റെപ്പ് കംപ്രഷൻ ഒക്കെ ചെയ്തതിന് ശേഷം 7th സ്റ്റെപ്പ് ചെയ്യുന്നത് മോർഫോളജിക്കൽ പ്രോസസ്സിംഗ് ആണ്. മോർഫോളജിക്കൽ പ്രോസസ്സിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എൻഹാൻസ്മെൻറ്റ് ആൻഡ് ഫിൽട്ടറിങ് ആർ ബേസ്ഡ് ഓൺ ഷേപ്പാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു എൻഹാൻസ്മെൻറ്റും റീസ്റ്റോറേഷനും പെർഫോം ചെയ്യുന്നത് എന്തൊരു ബേസിൽ, റെസൊല്യൂഷൻ്റെ ബേസിൽ ചെയ്യുന്നു. അതാണ് 5th സ്റ്റെപ്പിലുണ്ടായിരുന്നത് അല്ലേ. അതേപോലെ ഇവിടെ എന്താണ് എൻഹാൻസ്മെൻറ്റും ഫിൽട്ടറിങ്ങും ചെയ്യുന്നത് എന്തിൻ്റെ ബേസിലാണ്, ഷേപ്പിൻ്റെ ബേസിലാണ് എൻഹാൻസ്മെൻറ്റും ഫിൽട്ടറിങ്ങും ചെയ്യുന്നത്. മോർഫോളജിക്കൽ പ്രോസസ്സിംഗ് എല്ലാ ഇമേജിൻ്റെ കേസിൽ ഇങ്ങനെ മോർഫോളജിക്കൽ പ്രോസസ്സിംഗ് നടത്തിക്കണമെന്നില്ല, പക്ഷേ പർട്ടിക്കുലർ ഇമേജിൻ്റെ കേസിൽ നമുക്ക് മോർഫോളജിക്കൽ പ്രോസസ്സിംഗ് നടത്തേണ്ടതായിട്ട് വരും. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഈ എൻഹാൻസ്മെൻറ്റും അഥവാ എന്താണ് ക്വാളിറ്റി ഒക്കെ ഇൻക്രീസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫിൽട്ടർ ചെയ്യുന്നത്, നോയ്സ് ഒക്കെ റെഡ്യൂസ് ചെയ്യുന്നതൊക്കെ നമ്മൾ എന്തിൻ്റെ ബേസിലായിരിക്കും, ഷേപ്പിൻ്റെ ബേസിലായിരിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ചിലപ്പോൾ നമ്മളുടെ ചില ക്യാപ്ച ഇമേജുകൾ കണ്ടിട്ടുണ്ടാകും അല്ലേ. ഇപ്പോൾ കാർ എവിടെയാണ്, ആ ഒരു ഇമേജിൽ കാർ ഉണ്ടോ ഇല്ലേ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നത് അല്ലേ. അതേപോലെ അതൊക്കെ എന്താ ഷേപ്പ് ബേസ്ഡ് ആണ് വരുന്നത്. അപ്പോൾ അതൊക്കെ എന്താണ് മോർഫോളജിക്കൽ പ്രോസസ്സിങ്ങിന് ഒരു എക്സാമ്പിളാണ്. അത് ആ ക്യാപ്ചൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് കാറുണ്ടോ കാറില്ല എന്നുള്ളതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്, മോർഫോളജിക്കൽ പ്രോസസ്സിംഗ് ആയിട്ടുള്ള ഈ ഒരു സ്റ്റെപ്പ് വെച്ചിട്ടാണ് അത് ചെയ്യുന്നത്. അതിനൊരു എക്സാമ്പിൾ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. ഓക്കെ, ദെൻ 8th ആണ് സെഗ്മെൻറ്റേഷൻ. സെഗ്മെൻറ്റേഷൻ കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്, നമ്മളുടെ ഇമേജിനെ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നമ്മളുടെ ഇമേജിനെ എന്ത് ചെയ്യുന്നു, ഡിഫറെൻറ്റ് പാർട്സ് ആയിട്ട് പോർഷൻസ് ആയിട്ട് എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു. മൊത്തത്തിലുള്ള ഇമേജിന് ഡിഫറെൻറ്റ് പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ദെൻ എന്ത് ചെയ്യുന്നു, ഓപ്പറേഷൻസ് നമ്മൾ ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിംഗ് ആണല്ലോ, സം ഓപ്പറേഷൻസ് ആണല്ലോ. സോ ആ ഓപ്പറേഷൻസ് നമ്മൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു, ഈ ഓരോ സിംഗിൾ പാർട്സിലും നമ്മൾ എന്ത് ചെയ്യുന്നു, പെർഫോം ചെയ്യുന്നു. അതിനാണ് നമ്മൾ സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത് ഉദ്ദേശം. സെഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ മൊത്തത്തിലുള്ള ഇമേജിനെ നമ്മൾ ഡിഫറെൻറ്റ് പാർട്സായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, ഓരോ പാർട്സിലും ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നു. ദെൻ 9th സ്റ്റെപ്പ് റെപ്രസെൻറ്റേഷൻ ആൻഡ് ഡിസ്ക്രിപ്ഷൻ ആണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹൗ ടു റെപ്രസെൻറ്റ് ഈച്ച് പിക്സൽ ഇൻ എൻ ഇമേജ് ആണ്. അഥവാ ഇങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുന്നു, മൈന്യൂട്ടായിട്ടുള്ള ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള പിക്സൽസിൽ നമുക്ക് എങ്ങനെ ഈ ഇമേജിനെ റെപ്രസെൻറ്റ് ചെയ്യാം, അതെങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് ഏത് സ്റ്റെപ്പിൽ വരുന്നത്, 9th സ്റ്റെപ്പായിട്ടുള്ള റെപ്രസെൻറ്റേഷൻ ആൻഡ് ഡിസ്ക്രിപ്ഷനിൽ വരുന്നത് ഹൗ ടു റെപ്രസെൻറ്റ് ഈച്ച് പിക്സൽ ഇൻ ആൻ ഇമേജ്. ഓരോ ഇമേജിലും ഓരോ പിക്സൽസ് എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ദെൻ ലാസ്റ്റ് സ്റ്റെപ്പ് ഒബ്ജക്റ്റ് റെക്കഗ്നൈസേഷൻ, 10th സ്റ്റെപ്പ്. എന്താണ്, നമ്മളിങ്ങനെ ഈ ഒരു ഓപ്പറേഷൻസും പ്രോസസ്സിങ്ങും ഒക്കെ നടത്തിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, റെക്കഗ്നൈസ് ചെയ്യുന്നു ആ ഇമേജ് എന്തിൻ്റെ ഇമേജ് ആണെന്ന് റെക്കഗ്നൈസ് ചെയ്യുന്നത്. ഫൈനൽ സ്റ്റെപ്പ് ഒബ്ജക്റ്റ് റെക്കഗ്നൈസേഷനിൽ നമ്മൾ ആ ഒരു ഇമേജ് എന്തിൻ്റെ ഇമേജ് ആണെന്നുള്ളത് റെക്കഗ്നൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ നമ്മളിപ്പോൾ ഒരു കാറാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ ഇൻപുട്ടായിട്ട് അഥവാ ക്യാപ്ചർ ചെയ്തിട്ടുള്ളത് ഒരു കാറിൻ്റെ ഫോട്ടോ ആയിരുന്നെങ്കിൽ ഫൈനൽ സ്റ്റെപ്പിൽ ഒബ്ജക്റ്റ് റെക്കഗ്നൈസേഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അതൊരു വെഹിക്കിൾ ആണെന്നുള്ളത് ഐഡൻറ്റിഫൈ ആണ് ചെയ്യുന്നത്. സോ ഇത്രയാണ് സ്റ്റെപ്സ് ഇൻ ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിങ്ങിൽ വരുന്നത്. ഇമേജ് അക്വിസിഷനിൽ നിന്നും തുടങ്ങി ഒബ്ജക്റ്റ് റെക്കഗ്നൈസേഷൻ വരെയുള്ള സ്റ്റെപ്സ് 10 സ്റ്റെപ്സ് ആണ് ഇതിൽ വരുന്നത്. ഓക്കെ, ഇവിടെ ഒരു പ്രോബ്ലം ഡൊമൈൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ പ്രോബ്ലം ഡൊമൈൻ ഞാൻ വിട്ടുപോയതാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ഇപ്പോൾ നമ്മൾ ഒരു ഇമേജ് ഒരു പ്രോബ്ലത്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കുമല്ലോ നമ്മൾ ഇമേജ് അക്വസിഷൻ ചെയ്യുന്നത്, ക്യാപ്ചർ ചെയ്യുന്നത്. ഒരു പ്രോബ്ലത്തിൽ നിന്നായിരിക്കുമല്ലോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കൊരു ലാൻഡ് എന്ത് ചെയ്യുന്ന ഫോട്ടോ കിട്ടണം. സോ അതെന്താണ്, ഒരു പ്രോബ്ലം ആണല്ലോ. ഒരു പർട്ടിക്കുലർ പ്രോബ്ലം ഡൊമൈനിൽ നിന്നുകൊണ്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇമേജ് ക്യാപ്ചർ ചെയ്യുന്നത് എന്നുള്ളതാണ് അല്ലേ. അതാണ് അവിടെ പ്രോബ്ലം ഡൊമൈൻ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് കേട്ടോ, വേറൊന്നുമില്ല. ഓക്കെ, ഇത്രയാണ് സ്റ്റെപ്സ് ഓഫ് ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.